കേരളത്തിൽ ഓണക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക കുഞ്ഞിത്തെയ്യമാണ് ഓണത്താർ. മഹാബലി സങ്കല്പത്തിലുള്ള ഈ കുഞ്ഞിത്തെയ്യം കാസർകോട്ടെ ചില ഗ്രാമങ്ങളിലെ മാത്രം കാഴ്ചയാണ്. ഇത്തവണയും പതിവ് പോലെ ഓണത്താൻ ഗൃഹസന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ആടിവേടന്മാർ ചൊല്ലിയൊഴിപ്പിച്ച ആദിയും വ്യാധിയും കളഞ്ഞ് ഐശ്വര്യം വീടുകളിലേക്ക് എത്തിക്കുക എന്ന സങ്കല്പമാണ് വടക്കൻ കേരളത്തിൽ ഓണത്താർ എന്ന മാവേലി സങ്കല്പത്തിലുള്ള തെയ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഓണം ജഗത്തിങ്കൽ ചിങ്ങമാസം വേണാമലങ്കാരം മനുഷ്യർക്ക് ഓണച്ചിറ്റാടയുടുത്തു നന്നായി മറ്റുള്ള വട്ടും ഞെറിഞ്ഞുടുത്തു ഓണവില്ലൻ ബോടി ഇടത്തു കൈമേൽ ഓലക്കണയും ചേർത്താട് ദൈവേ. വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ മാത്രം കെട്ടിയാടാറുള്ള കുഞ്ഞിത്തെയ്യമായ ഓണത്താർ ഐശ്വര്യം പറഞ്ഞ ദേശങ്ങളിലെ വീടുകൾ കയറിയിറങ്ങി തുടങ്ങി. ഓണത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ അപൂർവമായി എത്തുന്ന കുട്ടിത്തെയ്യമാണ് ഓണത്താർ. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിന്റെ വരവറിയിച്ചാണ് വീടുകളിലെത്തുന്നത്. കർക്കിടക തെയ്യങ്ങളായ ആടിയും വേടനും കാർക്കിടകത്തിയുമൊക്കെ അരങ്ങൊഴിഞ്ഞതിനു പിന്നാലെയാണ് ഓണത്താറിന്റെ വരവ്. ഗ്രാമങ്ങളിലെ ഓരോ വീട്ടുമുറ്റങ്ങളിലും എത്തുന്ന ഓണത്താർ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ആടിത്തിമിറക്കും. കർക്കിടത്തിൽ നമുക്ക് ഈ കുരിശ് എല്ലാവരും മറിക്കണം. നമ്മളാച്ചാൽ അവർ നമ്മളെ കുരിശ് കഴിഞ്ഞിട്ട് തെയ്യത്തിന് ഒഴിഞ്ഞിട്ട് അത് മറിക്കല. അപ്പോൾ ഉള്ളിലത്തെ ഇതെല്ലാം പോകാൻ വേണ്ടി നമ്മൾ ജ്യേഷ്ഠകാലം പോകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ ദൈവത്തിനെ ഉള്ളിൽ കയറ്റുന്ന ഒരു ഇതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വണ്ണാൻ സമുദായത്തിലെ ആൺകുട്ടികളാണ് ഓണത്താർ കോലം ധരിക്കുന്നത്. ഓട്ടുമണി കിലുക്കി ഓണവില്ലിന്റെയും ഒറ്റച്ചെണ്ടയുടെയും താളത്തിലാണ് ഓണത്താറിന്റെ വരവ്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീട്ടുമുറ്റങ്ങളിലെ പൂക്കളത്തിന് ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. മഹാബലിയുടെ ആഗമന കഥയാണ് പാട്ടിന്റെ ഇതിവൃത്തം. തെയ്യം ഓണത്താർ ആടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഓണച്ചിറ്റാടാന്ന് പറഞ്ഞിട്ട് ഒരു പഴയൊരു വസ്ത്രം ഉണ്ടായിരുന്നു ചെറിയ ഇതിൽ. അപ്പോൾ കുട്ടികൾ പിന്നെ അതായത് കോടി ഉത്രാടം കോടി ഓണമൊക്കെ കഴിക്കുന്ന കുട്ടികൾ ഈ ഓണച്ചിറ്റാട തെയ്യത്തിന് സമ്മാനിക്കുന്നതായിട്ട് മുമ്പേ ചടങ്ങുണ്ടാലുണ്ട്. പിന്നെ ദക്ഷിണയും കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ. മഹാബലിയുടെ ഭരണകാലവും വാമനവേഷം പൂണ്ടെത്തുന്ന മഹാവിഷ്ണുവും ഒക്കെ ഈ പാട്ടിന്റെ ഭാഗമാണ്. 4 ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിലെത്തുന്നു എന്ന വിശ്വാസമുണ്ട്. ഉത്തരമലബാറിൽ ചിങ്ങത്തിലെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് ഓണത്താറിന്റെ വരവ്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ ചില പ്രദേശങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലും ഓണത്താർ വീടുകളിലെത്താറുണ്ട്. കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗങ്ങളിലാണ് ശേഷിക്കുന്ന ഓണത്താർ തെയ്യമുള്ളത്. ഓണത്താർ വടക്കൻ കേരളത്തിലെ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് സാധാരണ തെയ്യം മാത്രമല്ല, അതവരുടെ വൈകാരിക അനുഭവങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓണത്താറിനെ ഏറെ പ്രിയത്തോടെ വടക്കൻ കേരളം ചേർത്ത് നിർത്തുന്നു. ക്യാമറ പേഴ്സൺ സനൽ എലമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.